ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടിയാണ് കാണിക്കുന്നത്. റുമാലി റൊട്ടി. എല്ലാത്തിൻ്റെ കൂടി നല്ല ചിക്കൻ കറിയുടെ കൂടെ ആയാലും ബീഫിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെയും കൂടി നല്ല കോമ്പിനേഷനാണ് ഈ ഒരു റൊട്ടി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് വെച്ചിട്ടുള്ള അളവാട്ടോ. ഇപ്പോൾ 2 കപ്പ് മൈദ എടുക്കുമ്പം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ഏത് പൊടിയായാലും സാരില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. വറുക്കാത്തതായാലും വറുത്തതായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാൽ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പൊടികൾക്ക് ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് പാലിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. പാൽ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും റൊട്ടി, അതുപോലെ നല്ല വൈറ്റ് കളറും ഉണ്ടാവും. ആവശ്യത്തിനുള്ള പാൽ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്, ചില സ്ഥലത്ത് പച്ചരി മാത്രമുള്ള പൊടിയാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ പച്ചരിയും പുഴുങ്ങലരിയും മിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിലേതായാലും കുഴപ്പമില്ല. നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ ബോൾ എടുക്കുക, എന്നിട്ട് കുറച്ച് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വിതറിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നല്ല വലിപ്പത്തിലാണ് പരത്തിയെടുത്തത്. ഇനി ചുടുന്ന സമയത്ത് ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കി എടുക്കും. ഇതുപോലെ തന്നെ എല്ലാം പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം കുക്കായി തുടങ്ങുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ചെറിയ ബബിൾസ് അതിൻ്റെ മുകളിൽ വരുന്നത് കാണുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ അടിപൊളിയായിട്ട് അങ്ങ് പൊങ്ങി വരും. അപ്പോൾ ഇതങ്ങ് പാനിനെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെയാണ് എല്ലാം ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല സോഫ്റ്റുമാണ്. കുബൂസൊക്കെ കഴിക്കുന്ന അതേ ഒരു സോഫ്റ്റ്നെസ് തന്നെയുണ്ട്. പെട്ടെന്നൊരു പാർട്ടിയൊക്കെ വരുമ്പം ഇൻസ്റ്റൻ്റായിട്ട് ചട്ടപടയെന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്